എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഈ കൊല്ലത്തെ ചക്ക കറി വെക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചക്ക നന്നാക്കി അരിഞ്ഞ് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പം നിങ്ങളത് ഒന്ന് ഇപ്പോഴാണ് ഓർത്തത് നിങ്ങളിന്ന് കാണിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചേക്കണ ചക്കയാണ്, വെന്തേക്കണതാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒലത്തിയെടുക്കാൻ പോവുക. ഒലത്താണ് ചക്ക ഒലത്തി കറിയാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, രണ്ട് സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇത് മൂന്നും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയിൽ ഉപ്പിട്ടതാണ് ഈ സവോളയിൽ. ഇതിനകത്തേക്ക് വേണ്ട ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം ഒരുവിധം നന്നായിട്ട് വാടി വെക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇറച്ചിയല്ല, പോർക്കിൻ്റെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ നെയ്യ് ചേർത്ത് വെക്കുന്നത് കൊണ്ട് ഇത്രയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നെയ്യ് ചേർക്കാതെയാണ് ഒത്തി എടുക്കണമെങ്കിൽ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, മസാല ഇടേണ്ട ആവശ്യമില്ല. ഈ മസാല ഒരു 1/4 ടീസ്പൂണ് മസാല. വേവിച്ചപ്പോൾ മഞ്ഞൾ ഇട്ടേക്കടുത്ത്, അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾ. എരിവില്ലാത്ത മുളക് പൊടി 1 സ്പൂണ്. ക്രഷ്ഡ് ചില്ലി, വേറെ മുളക് പൊടിയൊന്നും ഇടണില്ല. ഇതെല്ലാം കൂടി നല്ലോണം പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കും. പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ചക്ക ഇട്ട് കൊടുക്കാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞു നോക്കും. എല്ലാവരും എൻ്റെ റെസിപ്പികളും വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ. എൻ്റെ മനസ്സ് കാണിക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാനെന്നും പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളും അലങ്കാരപ്പണികളൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ഷോർട്സായിട്ട് ഇടുന്നുണ്ട്. അത് ഒന്ന് കാണാനുള്ള മനസ്സ് കാണിക്കണേ. റെസിപ്പികൾ ഇടയ്ക്ക് ഇടുന്നുണ്ട്, അതും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്ന് ഈ കൊല്ലത്തെ ആദ്യമായിട്ടുള്ള ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഇത്, ഈ ചക്ക നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ചക്ക ഏറ്റവും ബെസ്റ്റാണ്. ഷുഗറിനും എല്ലാ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഇതാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുക. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉള്ളതാണ്, മിക്ക വീടുകളിലും തന്നെ ഉള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണ്. നന്നാക്കി എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, ബാക്കി എളുപ്പമാണ്. ഇത് നെയ്യിട്ടതുകൊണ്ട് അപാര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും 1000 നന്ദി. കാണാൻ ശ്രമിക്കണേ.